She will go abroad and will be settled. Then your son will also go. നിങ്ങളുടെ മകള് ജോലി നോക്കുകയാണോ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ഇളയ മകള് ഗൾഫിലാണോ? മൂത്ത മോളാ ജോലി കിട്ടി പോയാ? സോ ഗോഡ് ഈസ് ബ്ലെസ്സിങ് ദ വൺ ഹൂ ഈസ് എബ്രോഡ്. വിദേശത്തുള്ള നിങ്ങളുടെ ഇളയ മകളുണ്ടല്ലോ, അവരിലൂടെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. പറഞ്ഞ മനസ്സിലായേ? ആൻഡ് ഓൾ യുവർ നിങ്ങളുടെ എല്ലാ മക്കൾക്കും വിദേശത്ത് ജോലി ഉണ്ടായിരിക്കും. യുവർ ഹസ്ബൻഡ് വിൽ ഓൾസോ ഗെറ്റ് എ ജോബ് ഇൻ മിഡിൽ ഈസ്റ്റ്. നിങ്ങളുടെ ഭർത്താവിനും വിദേശത്തൊരു ചെറിയ ജോലി പോലെ കാണുന്നു. നിങ്ങളുടെ ഭർത്താവ് എവിടെ കാണുന്നില്ല? സോ ഈ എന്താ പറയുക, ജോലിക്ക് പോയാ ഈ വിൽ ഗെറ്റ് എ ജോബ് ഇൻ എ സ്മോൾ ഷോപ്പ്. ഒരു കടയിൽ ജോലി നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഇതാണ് ദൂത് കേട്ടോ. നിങ്ങളെന്തൊരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കും, ചെറിയ കുടിൽ, അങ്ങനെ ഭർത്താവ് അച്ചാർ വയ്ക്കുക, അങ്ങനെ ഇല്ല. ഐ സീ ലൈക്ക് ദാറ്റ്. ഉപ്പേരിയ ഉപ്പേരിയ ഇല്ല, ഉപ്പേരി ഉണ്ടോ ഇങ്ങനെ വീട്ടിൽ ഇഷ്ടം പോലെ? ഐ സീ യു ഈറ്റിംഗ് യു ആൻഡ് യുവർ ആണോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും അല്ലേ, വറുത്തത് അല്ലേ? ഒത്തിരി വറുത്ത സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ശരിയാണോ? ഇങ്ങനെ ഒത്തിരി കുപ്പികൾ, ഒന്നല്ല, ഒത്തിരി വറുത്ത സാധനങ്ങൾ ഇരിക്കുന്നു. ഐ സീ മെനി ബോട്ടിൽസ് ഓഫ് സം കൈൻഡ് ഓഫ് ദാറ്റ് ഈസ് ബീൻ മെയ്ഡ് ഔട്ട് ഓഫ് ഓയിൽ. ഈ എണ്ണയിൽ പൊരിച്ച ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ കുപ്പിയിൽ വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പോലെ കാണുകയാണ്. സോ വെരി സൂൺ ഡെലിവറൻസ് ഇസ് കമ്മിങ്. ചാർജ് എല്ലാം ക്യാൻസലായി. ചാർജ് ഉണ്ടോ? ചാർജ് ഉണ്ടോ? ചാർജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മരുമകൻ്റെ കേസ് അല്ല, എല്ലാം ദൈവം, ഗോഡ് ഈസ് ക്യാൻസലിങ് ഓൾ ദ കേസസ്. യുവർ സൺ ഇൻ ലോ വിൽ കം ഹോം. നിങ്ങളുടെ മരുമകൻ വീട്ടിലേക്ക് വരുന്നു. ആൻഡ് ഹാപ്പിനെസ് ഇസ് ദെയർ ഇൻ ദ ഹൗസ്. ഇപ്പം വീട്ടിൽ സന്തോഷം കാണുന്നില്ല, ആണോ? ദർ ഇസ് നോ ഹാപ്പിനെസ്. സോ യുവർ സൺ ഇൻ ലോ വിൽ കം ആൻഡ് യു വിൽ കം ആസ് എ ന്യൂ പേഴ്സൺ. ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങളുടെ മരുമകൻ വീട്ടിൽ വന്ന ശേഷം നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ പോവുകയാണ്. യു വിൽ ബിൽഡ് ദ ഹൗസ്. Money is coming from abroad. New journeys are coming. The location is changing. നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് മാറും, പക്ഷെ ഇപ്പോഴിവിടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. Doors are opening for you. ദൈവം നിങ്ങൾക്ക് വഴികളെ തുറക്കുന്നു. അപ്പം ഇതാണ് ദൂത് കേട്ടോ. 1-2 ദൂതുകളാണെങ്കിലും അതെല്ലാം കറക്റ്റ് ഡെലിവറൻസ് ആയിട്ട് വരികയാണ്. ഡിപ്രഷൻ, ദുഃഖമുണ്ട്, സന്തോഷമില്ല. ദ സ്പിരിറ്റ് ഓഫ് ജോയ് ഈസ് ആക്ടിവേറ്റിംഗ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ഇതുപോലെ ദൈവം അതിൽ പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലമായ സന്തോഷം നിങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് കാലിനൊരു വേദന കാണുന്നുണ്ട്. കാലിന് വേദനയുണ്ടോ? ഫോർ എ ലോങ് ടൈം യു ആർ ഹാവിങ് സം വെയിൻ പ്രോബ്ലം. നിങ്ങളുടെ കാലിന് വേദനയുണ്ട്. സം ഗോഡ് ഈസ് ഹീലിംഗ് സം ഗ്രോത്ത് ഇൻ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിലുള്ള ചില വളർച്ചകളെ ദൈവം സൗഖ്യമാക്കുന്നു. ചില വളർച്ചകൾ ശരീരത്ത് കാണുന്നു. ആ വളർച്ചകളെല്ലാം ദൈവം സൗഖ്യമാക്കുകയാണ്. ഗോഡ് ഈസ് ഹീലിംഗ് ദ എക്സസ് ഗ്രോത്ത് ഇൻ യുവർ ബോഡി ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു എക്സ്റ്റെൻഡ് യുവർ ബൗണ്ടറീസ്. നിങ്ങളുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ പോകുന്നു. ന്യൂ ഹൗസ് ഇസ് കമ്മിങ്. നിങ്ങൾക്കൊരു പുതിയ വീട് ദൈവം തരികയാണ്. നിങ്ങൾ ഏതൊരു വീട് പോയി നോക്കിയാ? കഴിഞ്ഞ ദിവസം പോയത് MLA ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഒരു വീട് പോയി നോക്കിയാ? So God is giving a new house. Last Sunday, Holy Spirit was telling there is a house near the MLA quarters. So somebody called that brother, Radhashram brother, and told one house is there. അവിടെ MLA quarters-ൻ്റെ അവിടെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഉച്ചയ്ക്ക് ശേഷം പോകുന്നത്. So your location is changing. Very soon I am coming to your house. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലേ വരാൻ ഉള്ളൂ. ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. കാരണം മനസ്സിലായേ? So very soon, so God will deliver
His mother was delivered when I went. അമ്മയ്ക്ക് വിടുതൽ കൊടുത്തു. Praise the Lord. Everyone's house I have got. സ്ഥലം വരുന്നുണ്ട്. Somebody is taking your land. അല്ലെ, നിങ്ങൾക്ക് ഏതോ ഒരു സ്ഥലം ആരോ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് തരും ദൈവം. God is locating you in the new place. നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് നിങ്ങൾക്ക് ഭയങ്കര നിരാശയാണെന്ന് തോന്നാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? ഡിപ്രഷൻ. God is healing your depression, giving you happiness, and you will travel abroad. നിങ്ങൾ വിദേശത്ത്, നിങ്ങൾക്ക് ദൈവവചനം ഘോഷിച്ചുകൊണ്ട് നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്ന പോലെ കാണുന്നുണ്ട് കേട്ടോ. എക്സ്പെക്ട് എ മിറക്കിൾ. വെരി സൂൺ യു വിൽ സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ഡു ദ മിനിസ്ട്രി. അതാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് ദൈവവേല ചെയ്യണമെന്നാണ് ആഗ്രഹം. സോ വെരി സൂൺ യു വിൽ സ്റ്റോപ്പ് ദ മിനിസ്ട്രി ആൻഡ് യു വിൽ സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് യു വിൽ ഡു ദ മിനിസ്ട്രി. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം നിർത്തി നിങ്ങൾ ദൈവവേല ഉടനെ ചെയ്യും. ഇതാണ് വേർഡ്. സംബഡി അറ്റ് ഹോം ഡെലിവേർഡ്. നിങ്ങളുടെ വീട്ടിൽ ആരോ പൂജകൾ ചെയ്യുന്ന ഒരാളുണ്ട്. ആരാണ്? സഹോദരൻ പൂജാരിയാണോ? സോ മദ്യം കഴിക്കുക. ബട്ട് ഹി ഈസ് യൂസിങ് ആൽക്കഹോൾ ഫോർ ഡിവിനേഷൻ. ഈ പൂജയ്ക്ക് വേണ്ടി മദ്യം ഇങ്ങനെ ഈസ് ഗിവിങ് ആൽക്കഹോൾ ടു ദ ഐഡിയൽസ്. ബിംബങ്ങൾക്ക് മദ്യം കൊടുത്തോണ്ട് ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുക. സേവിക്കുമല്ലേ? സോ ഈസ് ഗെറ്റിംഗ് ഡെലിവേർഡ്. നിങ്ങളുടെ സഹോദരന് വിടുതൽ പ്രാപിക്കുകയാണ്. ഗോഡ് ഈസ് എന്തോ പോലെ പുറത്ത് പണിക്ക് പോകുന്ന ആളാണോ? പറമ്പിലൊക്കെ പിന്നെ God is delivering your brother from all the demonic attack, and he will be delivered from all the sickness. ചില അസുഖത്തിൽ നിന്നൊക്കെ. എന്തെങ്കിലും അസുഖം ഉണ്ട്? എന്താണ് അസുഖം? എന്തോ അസുഖത്തിൽ നിന്നൊക്കെ പുള്ളി വിശ്വാസത്തിലേക്ക് കടന്നു വരും. You are crying for a breakthrough. നിങ്ങളൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. God will deliver you from all the problems that you are going through. You will come out as pure gold. Holy Spirit will lift you up in this. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഉയർത്തും. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നടക്കുക. ബേസിക് പ്രിൻസിപ്പിൾസ് യു ഹാവ് ടു കീപ്. നിങ്ങൾ വചനത്തിന് അനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കും. അപ്പോൾ ഇതാണ് ദൂത് കേട്ടോ. യു ആർ ഇൻ ട്രഡീഷൻ. നിങ്ങൾ പാരമ്പര്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇഫ് യു വാണ്ട് എ ഡെലിവറൻസ്, യു കം ഔട്ട് ഫ്രം ദ ബ്രേക്ക് ത്രൂ. യു കം ഔട്ട് ഫ്രം ദ ബോണ്ടേജ് ആൻഡ് യു വിൽ സീ ദ ബ്രേക്ക് ത്രൂ. നിങ്ങൾ വിഷയത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വരണം. ഇഫ് യു ഒബേ ദ വേർഡ്, God is ready to bless you. നിങ്ങൾ വചനം അനുസരിക്കുകയാണ്, ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. God will bless both your children and also your husband. നിങ്ങളുടെ ഭർത്താവിന് ഒരു വിടുതൽ തരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻസ് ഇസ് യുവർ മെയിൻ പ്രോബ്ലം. നിങ്ങൾക്ക് ഭയങ്കര നിരാശ ആണോ? അതെന്തിനാ നിരാശപ്പെടുന്നത്? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാണുന്നത്. അതായത് നിങ്ങൾക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ വരും ആണോ? സോ യു ടോക്ക് വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. യു ടോക്ക് വിത്ത് ഗോഡ് ആൻഡ് ഗോഡ് വിൽ പ്രൊട്ടക്ട് യു ഫ്രം ഓൾ യുവർ പ്രോബ്ലംസ്. മണി ഈസ് സാമ്പത്തികമാണ് നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ വിഷയം സാമ്പത്തികമാണോ? പൈസ നിങ്ങൾക്ക് ദൈവം തരും. വാട്ട് ജീസസ് ഈസ് സേയിങ്, ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം and everything will be added to you. യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പൈസ നിങ്ങൾക്ക് വരും കേട്ടോ. നിങ്ങൾക്ക് സാമ്പത്തിക വിടുതൽ തരുന്നു. ബന്ധനം ശരീരത്തുണ്ട്, അത് മാറുന്നു. ഡെലിവറൻസ് ഇൻ യുവർ ബോഡി. മറ്റേ സിസ്റ്ററോടെ അതെന്ത്? ഓക്കെ, ഹല്ലേലൂയ. So everyone will be giving the word. ഒരു പുതിയ വാഹനവും വരുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് അതിലൊന്നൊരു ഈ പോകുമ്പോഴൊന്നും ഞാൻ ഈ നിങ്ങൾക്കൊക്കെ ഒരു പറയുമ്പോണ്ടല്ല, നിങ്ങളൊക്കെ നോക്കുന്നില്ല എന്നിട്ട് ഞാൻ പോയി ഓരോ ഷോറൂമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒത്തിരി ഷോറൂമിൽ ഞാൻ പോയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? യു ആർ നോട്ട് ലുക്കിംഗ്, സോ ഐ ആം ഗോയിങ് ടു എവറി ഷോറൂം. എ ന്യൂ കാർ ഈസ് കമ്മിങ്. പുതിയ കാർ ഇവിടെ അല്ല, ദുബായിൽ വരുന്നു. 4 അക്ഷരമുള്ള കാർ, ഓഡി ഓർ ബെൻസ് കമ്മിങ്. ബിക്കോസ് if you won't take, God will give to me. നിങ്ങൾ കിട്ടിയില്ല, എനിക്ക് തരും. Praise the Lord. Everyone I am telling, you know that sister who came from Bangalore, she went to the showroom and prayed, she got it. ഇതെല്ലാം വിശ്വാസവും ദൈവവചനത്തിൽ ജീവിക്കണം, എങ്കിലേ ഇത് കിട്ടത്തുള്ളൂ.